നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് പ്രോപ്പറായി മാനേജ് ചെയ്യാനും കടങ്ങൾ കുറയ്ക്കുവാനും സമ്പാദ്യം കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമാണ് മണി മാനേജ്മെന്റ് സീരീസ്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ശരിക്കുമുള്ള നമ്മുടെ അസറ്റിനെയും ലയബിലിറ്റീസിനെയും ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അസറ്റ് എന്നാൽ ആസ്തി, ലയബിലിറ്റീസ് എന്നാൽ ബാധ്യത. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കാനുണ്ട്, ലോൺ തിരിച്ചടയ്ക്കാനുണ്ട്, ഇതെല്ലാം ബാധ്യതയിൽപ്പെടും. അസറ്റ് നമ്മൾക്ക് ലാൻഡ് ഉണ്ട്, വാഹനമുണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് അസറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. ഇത് കണ്ടുപിടിച്ച ശേഷം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നെറ്റ് വർത്താണ്. അതായത് ടോട്ടൽ അസറ്റിൽ നിന്ന് നമ്മുടെ ലയബിലിറ്റീസ് കുറച്ച് കിട്ടുന്ന എമൗണ്ടിനാണ് നെറ്റ് വർത്ത് എന്ന് പറയുക. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ന ആളുടെ നെറ്റ് വർത്ത് എത്രയാണ്, യൂസഫ് അലിയുടെ നെറ്റ് വർത്ത് എത്രയാണെന്നൊക്കെ നമ്മൾ പല യൂട്യൂബ് ചാനൽ വഴിയൊക്കെ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ നെറ്റ് വർത്ത് എത്രയാണെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ അസറ്റും ലയബിലിറ്റീസും മനസ്സിലാക്കുക, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കൂടെ കാണുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, നമ്മുടെ എക്സ്പെൻസും ഇൻകവും ഡെയിലി ഉള്ളത് എഴുതി വെക്കുകയും അതിന് മുന്നേ ഉള്ള ദിവസങ്ങളുടെ എക്സ്പെൻസുമായിട്ട് കമ്പാരിസൺ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 10 രൂപയിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു സേവിങ്സ് ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ സൂക്ഷിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓരോ ദിവസം 10 രൂപ വെച്ച് നമ്മളൊരു സേവ് ചെയ്യുന്ന ഒരു ശീലം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യണമെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ തുടങ്ങുക. എന്നാണോ നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നിൽക്കരുത്. എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ തുടങ്ങാമെന്ന് വിചാരിക്കരുത്. നമുക്കൊരു ശീലം ഉണ്ടാക്കാനും നമുക്കൊന്ന് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ടാസ്കുകൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാക്സിമം ആ ടാസ്കുകൾ പറയുന്ന ദിവസം തന്നെ ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ അസറ്റും ലയബിലിറ്റീസും നെറ്റ് വർത്ത് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമുണ്ടാവും, ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷനും ഉണ്ടാവും. കാരണം നമ്മൾ വിചാരിച്ചിരുന്നതിൻ്റെ അപ്പുറമാണ് നമ്മുടെ പ്രശ്നമെന്നും ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഭയങ്കരമാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു നോട്ട്ബുക്കോ ഒരു പേപ്പറോ എടുത്ത ശേഷം അസറ്റും ലയബിലിറ്റീസും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അസറ്റും ലയബിലിറ്റീസും കണ്ടുപിടിക്കുമ്പോൾ അസറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ലയബിലിറ്റിയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് ലോങ് ടൈം അസറ്റും ഷോർട്ട് ടൈം അസറ്റും, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും എന്നുള്ള പേര് കൊടുക്കുക. ലയബിലിറ്റി ലോങ് ടൈം ലയബിലിറ്റിയും ഷോർട്ട് ടൈം ലയബിലിറ്റിയും. ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റുകളെ ഫിക്സഡ് അസറ്റായിട്ടും, ഒരു വർഷത്തിൽ താഴെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റുകളെ കറണ്ട് അസറ്റായിട്ടും ട്രീറ്റ് ചെയ്യുക. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് സമയമുണ്ട് ലോണൊക്കെ അടച്ചു തീർക്കാനെങ്കിൽ അത് ലോങ് ടൈം ലയബിലിറ്റി ആയിട്ടും, അത് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അസറ്റ് ഏതൊക്കെ വരുന്നു എന്നുള്ളത് ഞാൻ റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ലാൻഡ്, ബിൽഡിങ്, കാറ് അല്ലെങ്കിൽ വെഹിക്കിൾസ്, ജ്വല്ലറീസ്, അതുപോലെ നമ്മുടെ ആക്സസറീസ് ആയിട്ടുള്ള ഐറ്റംസ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസിനെയും നമുക്ക് അസറ്റിൽ കണക്കിൽ കൂട്ടാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ക്യാഷായിട്ട് നമുക്ക് എവിടെയെങ്കിലും ക്യാഷായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, ഇതെല്ലാം നമ്മുടെ അസറ്റാണ്. അപ്പോൾ ഈ അസറ്റ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ ലയബിലിറ്റീസും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ലോണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് വാങ്ങിയ 2 മാസം അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിരിക്കുന്ന ലോണുകളെ കറണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് റീപേയ്മെന്റ് ടൈം ഉള്ളവരെ ലോങ് ടൈം ലോൺ ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. ഇതിനകത്ത് നിങ്ങൾ ഒരു പക്ഷാഭേദം കാണിക്കരുത്. മാക്സിമം നിങ്ങളുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലോൺ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഓരോന്നും ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം. അസറ്റ് എടുക്കുന്ന സമയത്ത് അതെങ്ങനെ വാല്യൂ ചെയ്യും? നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടി ഒരു പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായിരിക്കും, ഇന്ന് 20 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അസറ്റിന്റെ ഹെഡിങ് എഴുതുക, അതിനോടൊപ്പം കറണ്ട് പ്രൈസും അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, അതിനോടൊപ്പം നിങ്ങൾ പർച്ചേസിങ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ അത് ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അസറ്റുകളുടെ പേര് എഴുതുക, അതുപോലെ ഈ 2 പ്രൈസും എഴുതുക. 2 പ്രൈസും എഴുതി ആഡ് ചെയ്യുക. കാരണം നമ്മുടെ മാർക്കറ്റ് വിലയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളൊരു 15 ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങി, നാളെ നിങ്ങളത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് 7 ലക്ഷം രൂപയായിരിക്കാം. അപ്പോൾ നമ്മൾ 15 ലക്ഷം രൂപ നമ്മുടെ അസറ്റിൽ എഴുതി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലാൻഡ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് വാങ്ങിയിട്ടുണ്ടാവും, 10,000 രൂപ പവനുണ്ടായിരുന്ന സമയത്തായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ അത് 90,000 രൂപ ആയെങ്കിൽ അത്രമാത്രം വില കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്
അസറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പോസിറ്റുകളും അത് സേവിങ്സ് അക്കൗണ്ടുകൾ പല ബാങ്കുകളിലുണ്ടെങ്കിൽ ആ എമൗണ്ടുകൾ നിങ്ങൾ എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. പക്ഷേ ഒരുപക്ഷെ പണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷെയറിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ ഇട്ട എമൗണ്ടൊക്കെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ആ അസറ്റ് എല്ലാം എഴുതി വെക്കുക. അതേസമയം ലയബിലിറ്റീസും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലയബിലിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ലോണുകളും എല്ലാ കടങ്ങളും അതിനകത്ത് എഴുതുക. അപ്പോൾ നമുക്കുള്ള ബാധ്യതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ബാധ്യതയും ഈ അസറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പെൻസ് ഇൻകം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ വേറെയാണ്. ഉദാഹരണത്തിന് ഞാൻ അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിനാൻസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമുക്ക് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകം. ഈ എക്സ്പെൻസും ഇൻകം തൽക്കാലം നമ്മളിവിടെ നോക്കുന്നില്ല. അസറ്റും ലയബിലിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, എക്സ്പെൻസ് തുടങ്ങിയവരുടെ കുറച്ച് എക്സാമ്പിൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് അസറ്റ്, ഏതൊക്കെയാണ് ലയബിലിറ്റീസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും ലിസ്റ്റ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നെറ്റ്വർത്ത് ആണ്. അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതാണ് നെറ്റ്വർത്ത്. 1 ലക്ഷം രൂപയാണ് അസറ്റ്, 50,000 രൂപയാണ് നമുക്ക് ലയബിലിറ്റി ഉള്ളത് എങ്കിൽ 50,000 രൂപയായിരിക്കും നമുക്ക് നെറ്റ്വർത്ത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങളുടെ നെറ്റ്വർത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നെറ്റ്വർത്ത് കണ്ടുപിടിക്കുമ്പോൾ 3 രീതിയിലായിരിക്കും നിങ്ങൾക്ക് നെറ്റ്വർത്ത് മനസ്സിലാവുക. ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് നെറ്റ്വർത്ത് ആയിരിക്കും. അതായത് 5 കോടി രൂപയുടെ കടം ഉണ്ടാവും, പക്ഷെ അസറ്റ് എല്ലാം കൂടെ എത്ര കൂട്ടിയാലും ചിലപ്പോൾ 2 കോടിയേ വരുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും നെറ്റ്വർത്ത് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസറ്റിനേക്കാളും ഒരുപാട് മുകളിലാണ് നമ്മുടെ ബാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചർ സോണിലാണ്. അങ്ങനെയുള്ളവർ ഫിനാൻഷ്യൽ പൊസിഷൻസ് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരികെ കൊണ്ടുവന്ന് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർത്ത് എന്നുള്ള രീതിയിലോട്ട് എത്തിക്കുക. ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. കാരണം ഈ ബാധ്യതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റാതെ വരും. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിൽ, അതായത് അസറ്റും ലയബിലിറ്റീസ് ഒക്കെ ഏകദേശം ഈക്വൽ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. 1 കോടി രൂപയുടെ കടമുണ്ട്, 1 കോടിയോ അല്ലെങ്കിൽ 1.25 കോടി രൂപയുടെ അല്ലെങ്കിൽ അത് അടുപ്പിച്ചിട്ടുള്ള അസറ്റും ഉണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ഒരു ഈക്വൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയാം. മൂന്നാമത്തെ ഒരു കൂട്ടരാണ് അസറ്റ് കൂടുതലായിരിക്കും, ലയബിലിറ്റി കുറവായിരിക്കും. അസറ്റ് വളരെ നോട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കൂടുതലായിരിക്കും, ലയബിലിറ്റി കുറവായിരിക്കും. ഇപ്പം നെറ്റ്വർത്ത് ഈ മൂന്നാമത്തെ കാറ്റഗറിയിലായിരിക്കും എപ്പോഴും നമുക്ക് വരേണ്ടത്. അതായത് അസറ്റ് വളരെ കൂടി നിൽക്കണം, ലയബിലിറ്റി കുറഞ്ഞിരിക്കണം. അപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും എത്രത്തോളം പ്രശ്നത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നുള്ള മനസ്സിലാവും, എത്രത്തോളം അസറ്റ് നമ്മുടെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജുകളിൽ നമ്മൾ കടം കുറയ്ക്കുന്ന മെത്തേഡ് പറയുമ്പോൾ ഇതിനകത്ത് ഓരോന്നും നമ്മൾ ഓരോ പരിഗണന കൊടുക്കും. അല്ലെങ്കിൽ ഓരോ രീതിയിൽ നമുക്ക് എങ്ങനെ കട്ട് ഓഫ് ചെയ്ത് മാറ്റാൻ പറ്റും, എങ്ങനെ ഈ അസറ്റുകളുടെ അളവ് കൂട്ടാൻ പറ്റും, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൊസിഷൻ, നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ താഴെയാണ്, നമ്മൾ കീഴെയാണ് എന്നുള്ളത് ഉള്ള ഒരു മനസ്സിൽ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനുള്ള റെമഡീസ് എടുക്കാൻ പറ്റും. അതിനുള്ള ഒരു അവയർനെസ് ആണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ചേഞ്ചസ് നമ്മൾ നോട്ട് ചെയ്യും. അതായത് 1 കോടി രൂപ ലോൺ ഉണ്ടായിരുന്ന ഒരു വ്യക്തി 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ നമ്മൾ കുറേ റെമഡീസ് ചെയ്യും. അതായത് ഈ ലോൺ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 1 കോടി കടമുണ്ടായിരുന്ന ഒരാളുടെ കടം 95 ലക്ഷം രൂപയായിട്ട് കുറയുകയാണെങ്കിൽ അയാൾക്ക് ആശ്വസിക്കാം. അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഫക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷേ 1 കോടി രൂപ കടമുണ്ടായിരുന്ന ആൾ വീണ്ടും നോക്കുമ്പോഴേക്കും 1.25 കോടി അല്ലെങ്കിൽ 1 കോടി 5 ലക്ഷമായിട്ട് കൂടുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്യുന്ന മെത്തേഡ് എഫക്റ്റീവ് അല്ല, അയാൾ ഡേഞ്ചറിലാണ്. സോ വീണ്ടും നമ്മൾ പുതിയ മെത്തേഡ്സ് പയറ്റി നമ്മുടെ ഫിനാൻസിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനെ കറക്റ്റ് ആക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തു പകുതിയിൽ വെച്ച് നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ തലച്ചോറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. നമ്മൾ ഫിനാൻഷ്യലി സക്സസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ചൊരു ഫ്രീഡം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെന്നുള്ളൊരു ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിന് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ 10 മടങ്ങ് റിസൾട്ട് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും.